പത്തനംതിട്ട കൂടലിൽ ടാർപോളിൻ കെട്ടിയുണ്ടാക്കിയ കൂരയിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. 40-കാരനായ രാജനാണ് മരിച്ചത്. അയൽവാസി അനിൽ ഒളിവിലെന്ന് പോലീസ്. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് സംശയം. സസ്പെക്ട് പറയാനാൽ അടുത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവിടെയും നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ ഡാർക്ക് സ്ക്വാഡ് നമ്മളിവിടെ സെർച്ച് ചെയ്ത പോലെ എവിടേക്ക് സസ്പെക്ട് പോയ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ ടീം പോയിട്ടുണ്ട്. അതുപോലെ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ പ്രതിയെ പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ എടുത്ത് വരുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷനും നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വിവരം അറിഞ്ഞത്. ആ സമയത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ രായനത്തിനകത്തിൽ മരിച്ചു കിടക്കുന്നതാണ് കാണപ്പെട്ടത്. കുറേ കാലമായിട്ട് ഈ വീടെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. തൊട്ടടുത്തുള്ളത് അനിൽ എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഇവർ തമ്മിൽ ഇന്നലെ തർക്കം ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടോ? പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. 40-കാരനായ രാജനാണ് കുത്തേറ്റ് മരിച്ചത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കം എന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ഈ പ്രതി എവിടെയാണ് എന്നതിനെക്കുറിച്ച് പോലീസിന് ഇപ്പോൾ സൂചനയുണ്ടോ? ജയശങ്കർ, അതായത് ഉന്മേഷ, ഇന്ന് രാവിലെയാണ് രാജന് ഇത്തരത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയറിന് താഴെ ഭാഗത്താണ് രാജന് കുത്തേറ്റിരുന്നത്. വലിയ തോതിലുള്ള ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി ഒരു ബന്ധുവാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, കഴിഞ്ഞ ദിവസം രാജൻ അയൽവാസിയായ അനിലിനൊപ്പം തൊട്ടടുത്തുള്ള അനിലിന്റെ വീട്ടിൽ മദ്യമിച്ചു. ഇതിനിടയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തർക്കത്തിനിടയിൽ അനില് രാജനെ കുത്തി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. കുത്തേറ്റ രാജൻ നേരെ പിതാവിന്റെ സഹോദരിയുടെ അടുത്തുള്ള വീടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. നമുക്കതിനെ പൂർണ്ണമായി വീടെന്ന് പറയാൻ പറ്റില്ല, കാരണം ടാർപോളിൻ മറിച്ച ഒരു ഷെഡ് മാത്രമാണ്. അവിടെ വന്ന് കിടന്നു. പിന്നീട് രാവിലെ എത്തിയ പിതാവിന്റെ സഹോദരിയാണ് ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്ന രാജനെ കണ്ടെത്തിയത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. 2 പേരടങ്ങുന്ന 4 ടീമിനെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ടീം അനിലിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മദ്യപിച്ചതിനിടയിൽ ഉണ്ടായ തർക്കം, ആ തർക്കത്തിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലുള്ള ആക്രമണമായിരുന്നു എന്നാണ് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. എന്തായാലും അനിലിന് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ്. നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ വളരെ സാധാരണമായ ഒരു പരിസരം, വീടെന്നൊന്നും പറയാൻ പറ്റാത്ത ടാർപോളിൻ മറച്ചൊരു ഷെഡിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 വീടുകളിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം എന്തായാലും നടന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ പ്രതി അനിലിനായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇയാൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിനായി ഉൾപ്പെടെ നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് ഈ ഇത്തരത്തിൽ മണം പിടിച്ച് പോയത്. ഏറ്റവും ഒടുവിൽ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെയാണ് നായ എത്തിയത്. എന്തായാലും ഇയാൾ ബസ് കയറി മറ്റെവിടേക്കെങ്കിലും പോയതായിരിക്കാമെന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. ഇയാളെ ഉടൻ പിടികൂടാനാകുമെന്നും ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. AV ജയശങ്കർ, പത്തനംതിട്ടയിൽ.